ഹായ് ഫ്രണ്ട്സ്, ഓണം റിലീസിലെ രണ്ടാമത്തെ ചിത്രം ഞാൻ കണ്ടിരിക്കുകയാണ്. കിഷ്കിന്ദ കാണ്ഡം, ഡയറക്റ്റഡ് ബൈ ദിൻഷിത്, സ്റ്റാറിംഗ് ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ, ജഗദീഷ്. മെയിനായിട്ട് ഈ 4 പേരുടെ പേരാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയ്ക്ക് അതിഗംഭീര ആക്ടിങ് ആയിട്ട് 4 പേരും ഇത് നിറഞ്ഞാറ്റുണ്ട്. എസ്പെഷ്യലി പറയേണ്ടത് നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ വിജയരാഘവൻ ചേട്ടൻ. ഈ 2 പേരും ഇതിനകത്ത് അൺബിലീവബിൾ, അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ മുൻകാലങ്ങളിൽ ഒരുപാട് സിനിമകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലെ ക്യാരക്ടർ ഇവരുടെ ഒരു ബെഞ്ച് മാർക്കായിരിക്കും. അത്ര ഗംഭീരമായിട്ട് ഇവർ 2 പേരും ചെയ്തിട്ടുണ്ട്. അതുപോലെ ആസിഫ് അലിയും അപർണ ബാലമുരളിയും ഇതിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് സൂപ്പർ. അതിൽ ഒന്നും പറയാനില്ല. ഇതിനകത്ത് കാസ്റ്റ് വളരെ കുറവാണെങ്കിൽ പോലും ഇതിന്റെ വിഷ്വലൈസേഷൻ വളരെ 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 മികച്ചതെന്ന് എനിക്ക് പറയേണ്ടി വരും. ഒരു കാടിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ ഓരോ സീനും, ജഗദീഷ് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ, ഓരോ സീൻ കഴിയുമ്പോൾ അടുത്ത സീൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. വളരെ നല്ലത്. ഫ്രെയിം വർക്കൊക്കെ അത്യുഗ്രൻ എന്ന് വെച്ചാൽ അത്യുഗ്രനായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ദിൻജിത്ത് ആസിഫ് കോംബോയിലെ മുൻകാല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനും ഗംഭീരമായിട്ട് വന്നിരിക്കുകയാണ് ഈ സിനിമയിൽ. ഈ സിനിമ നമ്മൾ ത്രൂ ഔട്ട് ഓരോ സീൻ കണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു തരത്ത് പോലും നമുക്ക് ബോറടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ എ.ആർ.എമ്മിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ എ.ആർ.എം നമുക്ക് കാണുന്നത് എന്താണ്, ഒരു ആക്ഷൻ, ഒരു ഫിക്ഷൻ, എന്താ പറയുക, ഒരു കളർഫുൾ പടം. അതായത് നമുക്കൊരു അടി ഇടി എല്ലാം ഉള്ള ഒരു കളർഫുൾ പടമെങ്കിൽ ഇതിനെ എൻറ്റയർലി ഡിഫറെൻറ്റ് ജോണർ ആയിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പടമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതിനും നമുക്ക് ഒരു ആസ്വാദന കുറവുമില്ല, ഇതിനൊരു ഇതും നമുക്ക് പറയാനില്ല. ഓരോ സീനും നമ്മൾ കാണുമ്പോഴും നമുക്ക് അത്ര ഗംഭീരമായിട്ട് തോന്നും. അതുപോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഓണത്തിന് എന്തായാലും ഇതിനും ഒരു സ്ഥാനം ഉറപ്പായിട്ടും ഉണ്ടാകും. അത് കളക്ഷന്റെ രീതിയിൽ എങ്ങനെ പോകുന്നുള്ള കാര്യം നമുക്കറിയില്ല. കാര്യം അത്രയ്ക്ക് എല്ലാത്തിനും തിയേറ്ററിൽ ഞാൻ ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കണ്ടിറങ്ങി. എല്ലാവരും 100% മനസ്സിൽ സംതൃപ്തിയോടെ, കാശ് മുതലായി എന്നുള്ള 100% സംതൃപ്തിയോടെ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതൊരു റിപ്പീറ്റബിൾ വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഫിലിം കൂടിയാണ്. എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം നമ്മൾ OTT-ലോ അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷ്വൽ എഫക്ട്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട്, ആ കാടിന്റെ ഭംഗിയുണ്ട്. ആ കാടിന്റെ ഭംഗി നമ്മൾ കാണണമെങ്കിൽ അത് അങ്ങനെ തന്നെ ആ ഒരു തിയേറ്റർ എഫക്റ്റിൽ അത്രയും വലിയ സ്ക്രീനിൽ കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. കാര്യം അത് 4K ആയിട്ട് നമ്മൾ കണ്ടാലേ നമുക്കത് ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം. എല്ലാവരും വിജയിപ്പിക്കണം ഈ സിനിമ. ഇത്ര ഗംഭീരമായിട്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം ഇത്രയും നല്ല റെക്കമെൻഡേഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഈ സിനിമയുടെ കാര്യത്തിൽ. കാര്യം ഇനി അടുത്ത 2 പടങ്ങൾ എനിക്ക് കാണാനുണ്ട് ഓണത്തിന്. അത് എന്തായാലും ഇന്ന് റിലീസായിട്ടുണ്ട്. ഞാൻ അതിൽ പോയി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് തീർച്ചയായും അഭിപ്രായപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും അതുവരേക്കും ഗുഡ് ബൈ.